നിന്റെ ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞു. ബിഗ് ബോസ് അവളെന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു. ഞാൻ അവളെ ഒരു അനീതിനെ പോലെയാണ് കാണുന്നത്. ബിഗ് ബോസിന്റെ അടുത്ത് അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ലൈവില് നോമിനേഷൻസ് ആണ് നടക്കുന്നത്. അനുമോള് നോമിനേറ്റ് ചെയ്യാൻ കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുന്നു. ആദ്യം തന്നെ ബിഗ് ബോസിന്റെ അടുത്ത് ഒരു മാസ ഡയലോഗ് അടിക്കുന്നുണ്ട്. ബിഗ് ബോസ്, എനിക്ക് 2-ൽ കൂടുതൽ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ 2 പേരെ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 പേരുടെ പേര് പറയാമെന്ന് പറഞ്ഞ് ആദ്യം അക്ബറിന്റെ പേര് പറയുന്നു. അക്ബർ എന്നെ ഇവിടെ വന്നപ്പോൾ മുതൽ എന്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നു. എനിക്ക് ഒരുമാതിരി ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ്. എന്റെ പുറകെ നടന്ന് എന്നെ തന്നെ ട്രിഗർ ചെയ്ത് ഗെയിം കളിക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അക്ബറിന്റെ പേര് പറയുന്നു. പിന്നെ രണ്ടാമത് പറയുന്നത് ജിസേലിന്റെ പേരാണ്. ജിസേലും അനുവും തമ്മിൽ ചേരില്ല, നമുക്ക് ഓൾറെഡി അറിയാലോ. ജിസേലിന്റെ പേര് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ജിസേലും ഞാൻ തമ്മിൽ തുടക്കത്തിലെ മുതലേ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എല്ലാം പേരിൽ എന്നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ റീസെന്റ്ലി ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വരെ എന്റെ ആ ഒരു കുറ്റം എന്റെ തലയിൽ വെച്ചു. ഒരു അനാവശ്യമായിട്ട് എനിക്കൊരു പേരും എന്നെ വിളിച്ചു. അത് അവള് മാത്രമല്ല, ഇപ്പോൾ എന്നെ റെനയും ആ പേര് വിളിച്ചു. അവളെ ഞാൻ എന്റെ ഒരു കൊച്ചനീത്തിനെ പോലെ കാണുന്നത്. എന്നിട്ടും അവൾ എന്നെ ആ ഒരു പേര് വിളിച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ അടുത്ത് ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ അനുമോള് പൊട്ടി കരയുന്നുണ്ട്. കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിലിലേക്കൊക്കെ നോക്കി പല്ലൊക്കെ കടിച്ചു പിടിച്ച് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ചപ്പാത്തിക്കള്ളിയുടെ ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ അനുമോൾക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കരഞ്ഞു. എന്തായാലും അവസാനം അക്ബറും ജിസേലിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൺഫെഷൻ. കുട്ടി വന്നിട്ട് ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞു. ബിഗ് ബോസ് അവളെന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു. ഞാൻ അവളെ ഒരു അനീതിനെ പോലെയാണ് കാണുന്നത്. ബിഗ് ബോസിന്റെ അടുത്ത് അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ലൈവില് നോമിനേഷൻസ് ആണ് നടക്കുന്നത്. അനുമോള് നോമിനേറ്റ് ചെയ്യാൻ കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുന്നു. ആദ്യം തന്നെ ബിഗ് ബോസിന്റെ അടുത്ത് ഒരു മാസ ഡയലോഗ് അടിക്കുന്നുണ്ട്. ബിഗ് ബോസ്, എനിക്ക് 2-ൽ കൂടുതൽ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ 2 പേരെ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 പേരുടെ പേര് പറയാമെന്ന് പറഞ്ഞ് ആദ്യം അക്ബറിന്റെ പേര് പറയുന്നു. അക്ബർ എന്നെ ഇവിടെ വന്നപ്പോൾ മുതൽ എന്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നു. എനിക്ക് ഒരുമാതിരി ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ്. എന്റെ പുറകെ നടന്ന് എന്നെ തന്നെ ട്രിഗർ ചെയ്ത് ഗെയിം കളിക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അക്ബറിന്റെ പേര് പറയുന്നു. പിന്നെ രണ്ടാമത് പറയുന്നത് ജിസേലിന്റെ പേരാണ്. ജിസേലും അനുവും തമ്മിൽ ചേരില്ല, നമുക്ക് ഓൾറെഡി അറിയാലോ. ജിസേലിന്റെ പേര് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ജിസേലും ഞാൻ തമ്മിൽ തുടക്കത്തിലെ മുതലേ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എല്ലാം പേരിൽ എന്നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ റീസെന്റ്ലി ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വരെ എന്റെ ആ ഒരു കുറ്റം എന്റെ തലയിൽ വെച്ചു. ഒരു അനാവശ്യമായിട്ട് എനിക്കൊരു പേരും എന്നെ വിളിച്ചു. അത് അവള് മാത്രമല്ല, ഇപ്പോൾ എന്നെ റെനയും ആ പേര് വിളിച്ചു. അവളെ ഞാൻ എന്റെ ഒരു കൊച്ചനീത്തിനെ പോലെ കാണുന്നത്. എന്നിട്ടും അവൾ എന്നെ ആ ഒരു പേര് വിളിച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ അടുത്ത് ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ അനുമോള് പൊട്ടി കരയുന്നുണ്ട്. കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിലിലേക്കൊക്കെ നോക്കി പല്ലൊക്കെ കടിച്ചു പിടിച്ച് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ചപ്പാത്തിക്കള്ളിയുടെ ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ അനുമോൾക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കരഞ്ഞു. എന്തായാലും അവസാനം അക്ബറും ജിസേലിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൺഫെഷൻ. കുട്ടി വന്നിട്ട് ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞു. ബിഗ് ബോസ് അവളെന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചു. ഞാൻ അവളെ ഒരു അനീതിനെ പോലെയാണ് കാണുന്നത്. ബിഗ് ബോസിന്റെ അടുത്ത് അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ലൈവില് നോമിനേഷൻസ് ആണ് നടക്കുന്നത്.